ഇല്ല അത് ഞങ്ങൾ യുനാനിമസ് ആയിട്ട് പാർട്ടി ലീഡർഷിപ്പുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പം നടത്തിയിട്ടുള്ള ഇപ്പൊ ഏറ്റവും അവസാനം ഇപ്പൊ പോയിട്ട് വന്നിട്ടുള്ള ചർച്ചയിൽ ഒരു അനുകൂലമായ സമീപനം ഉണ്ടായോ? പ്രത്യേകിച്ച് എന്തിന്റെ ആനുകൂല്യം? അല്ല, ഈ UDF നിലപാട് ആദ്യം അൻവർ നിലപാട് വ്യക്തമാക്കട്ടെ എന്നാണ് പറഞ്ഞത്. അല്ല, അത് ആരെ വ്യക്തമാക്കണമെന്നുള്ള ആലോചിക്കാന്ന്. ഷൗക്കത്തിനെ കുറിച്ച് നീ പറഞ്ഞ വിമർശനങ്ങളൊക്കെ ചില ഒരു പരിധി കടന്നു പോയെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ വസ്തുതകളാ പറഞ്ഞത്. എങ്ങനെ? അല്ല, ബസ്സിൽ പുറത്തു നിന്നാലും വാഹനത്തിന്റെ പുറത്തിരുന്നാലും ഡോറിൽ നിന്നാലും ബസ്സിന്റെ ബാക്കിലെ കോണിയിൽ നിന്നാലും ലക്ഷ്യത്തിലെത്തൂലേ? ഇപ്പോഴുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതാണെന്ന് കരുതുന്നു. അതെല്ലാം പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രോബ്ലം സോൾവ് ആവുന്നില്ല, പിന്നെന്താ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തത്? അവസാനം നടത്തിയ ചർച്ച അനുകൂലമാണ്. അല്ല, അങ്ങനെ തീരുമാനിച്ചാൽ നല്ല മഴയല്ലേ, ഇപ്പൊ കോണിമ യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാ. വേനലൊക്കെ ആണെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. അല്ല, അതാണല്ലോ ബസ്സിലെ കോണി എന്ന് പറഞ്ഞത്. അപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അല്ല, ഉണ്ട്. എല്ലാ സമയത്തും ഇങ്ങനെ എന്താ പറയാ, നമ്മള് എന്തിനു വേണ്ടിയിട്ടാണ് അസന്തോഷമാവണം, അൺഹാപ്പി ആവേണ്ട കാര്യം? നമ്മുടെ ഹെൽത്തിനെ കൂടി ബാധിക്കൂലേ? ഐ ആം ഓൾവേസ് ഹാപ്പി. നിങ്ങൾക്ക് ഓരോ ഘട്ടത്തിൽ തോന്നി നമ്മൾ ചിലപ്പോൾ എല്ലാതും ചിന്തിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ മുഖത്ത് എന്താ പറയാ അങ്ങനെ ഭാവവ്യത്യാസം ഉണ്ടാവും. UDF മുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആവുന്ന പ്രശ്നവും ഇല്ല, അങ്ങനെ ആരും വിചാരിക്കും വേണ്ട. UDF നേതൃത്വത്തിന് ശേഷം VD സതീശന്റെ പ്രതികരണം പോസിറ്റീവായിട്ടാണ് കാണുന്നത്. താങ്കൾ നിലപാട്? ഐ ആം ഓൾവേസ് പോസിറ്റീവ്. പോസിറ്റീവാണ് ഓൾവേസ്. താങ്കൾ നിലപാട് പറയട്ടെ. ഐ ആം ഓൾവേസ് പോസിറ്റീവ്. ആ നിലപാട് അറിയിക്കോ? താങ്കളുടെ നിലപാട് അറിയിക്കോ? ഏതെന്ത് നിലപാട്? VD സതീശൻ പറഞ്ഞു PV അൻവർ നിലപാട് പറയട്ടെ. അല്ല, അത് പാർട്ടി കമ്മിറ്റി കൂട്ടിയിട്ട് തീരുമാനിക്കുന്നു. മറ്റന്നാൾ കൊണ്ട് പ്രശ്നങ്ങൾ തീരുമോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പ്രശ്നം തുടങ്ങിയിട്ടില്ലല്ലോ. തീരണമെങ്കിൽ എവിടെ പ്രശ്നം തുടങ്ങിയത്? UDF മുന്നണിയിൽ എടുക്കുന്ന ഒരു പ്രശ്നമില്ല. വ്യക്തമാക്കട്ടെ എന്ന് പറയുമ്പോൾ നിലവിൽ അൻവർ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമല്ലേ നിലപാട്? അത് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഔദ്യോഗികമായ സംസാരം ഇതിനിടയിൽ നടന്നിട്ടില്ല. ഈ പരസ്യ പ്രതികരണം അല്ലാതെ ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വമായി ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു. കോൺഗ്രസ് നേതൃത്വം പലരും വന്നു പോയത് നിങ്ങൾ തന്നെ കണ്ടാൽ. അതല്ലാതെ VD സതീശൻ ആ നിലയ്ക്കുള്ള നേതാക്കളുമായി സംസാരിച്ചിരുന്നു. ആ നിലക്ക് എന്ന് പറഞ്ഞാൽ KPCC പ്രസിഡന്റുമായിട്ട് ഞാൻ 2 ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു. ഈ അബ്ദുൾ വഹാബും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ആയിട്ട് ഇപ്പം അവസാനം നടത്തിയ ചർച്ചകൾ ഗുണകരമായി എന്നാണോ അങ്ങയുടെ വിലയിരുത്തൽ? കുഴപ്പമില്ല. ഞാൻ സാഹിബായിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളും വളരെ ഫ്രൂട്ട്ഫുള്ളാണ്. ഇന്ന് വരെ അദ്ദേഹമായിട്ട് രാഷ്ട്രീയം ഡിസ്കസ് ചെയ്തിട്ട് ഒരു അൺഹാപ്പി ആവേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ ഇങ്ങനെ കരുതിയാലും കുഴപ്പമില്ല. ഒരാൾ കോഴിക്കോട് 2-ാം തീയതി ചേർന്ന UDF യോഗത്തിൽ താങ്കളോട് സഹകരിപ്പിക്കാൻ തീരുമാനം വന്നതാണ്. പക്ഷേ പിന്നീട് അതിന്റെ പ്രഖ്യാപനം ഒക്കെ ഉണ്ടാവും. താങ്കൾ അല്ല, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കോഴിക്കോടാണോ UDF യോഗം? കഴിഞ്ഞു പോയോ? ഓക്കെ. തീരുമാനിച്ചിരുന്നു. അല്ല, അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഡിക്ലെയർ ഞങ്ങളൊക്കെ അറിയില്ലേ? അന്നും ഒരു പ്രശ്നമുള്ളത് അംഗമാണോ, അസോസിയേറ്റ് അംഗമാണോ അതോ ഘടകകക്ഷിയാണോ? അതാണ് പിന്നെ ഇപ്പോഴത്തെ. അല്ല, അസോസിയേറ്റ് അംഗമാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലല്ലോ. ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അസോസിയേറ്റ് അംഗം കൂടി അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ UDFന്റെ പാർട്ടല്ലല്ലോ. അല്ലല്ലോ. ആണോ? അത് പറ നിങ്ങള്. ഞാൻ ഇതുവരെ ഈ തൃണമൂൽ കോൺഗ്രസ് ഇതുവരെ UDFന്റെ ഏതെങ്കിലും നിരക്കിൽ അസോസിയേറ്റോ അല്ലാതെയോ പാർട്ടായിട്ടുണ്ടോ? അങ്ങനെ ഡിക്ലറേഷൻ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഒന്നും മിണ്ടാത്തത്? ചോദ്യം മാത്രമേ ഉള്ളൂ. അപ്പോ ഞാൻ UDFന്റെ പാർട്ടല്ലല്ലോ. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച്, ഒരു UDF നടത്തുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ്? എന്താ അതിൽ തെറ്റ്? PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനറോട് നിങ്ങൾ ചോദിക്കുകയാണ്, UDF ഇങ്ങനെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചാൽ ആ അഭിപ്രായമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, UDFന്റെ ഭാഗമാകുമ്പോൾ UDFന്റെ അഭിപ്രായം ആകണമല്ലോ എനിക്കായിട്ടൊരു അഭിപ്രായം പറ്റില്ലല്ലോ. മിനിഞ്ഞാന്ന് വരെ, ഈ നിമിഷം വരെ ഞാൻ UDFന്റെ പാർട്ടായിട്ടില്ല. PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനറോട് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ്, നിലമ്പൂരിൽ UDF നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അതിനെന്താ കുഴപ്പം?
ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രതികരണം അല്ല അതിനെന്താ കുഴപ്പമൊന്നും ആ അത്രേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, അസോസിയേറ്റ് അംഗമാക്കി പ്രഖ്യാപിച്ചാൽ പ്രശ്നം തീർന്നു. അല്ല അത് പാർട്ടി കമ്മിറ്റി കൂടിയിട്ടല്ലേ തീരുമാനം. നാളെ എന്തെങ്കിലും മീറ്റിംഗ് തൃണമൂലിന്റെ ഇപ്പൊ തൃണമൂലിന്റെ മീറ്റിംഗ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്, ഓൺലൈനും ബാക്കിയുള്ളത്. നമ്മളൊരു ചിന്ന പാർട്ടി തമിഴ്നാട്ടിൽ പറയേ ചിന്ന പാർട്ടി താൻ സ്വാമി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ചിന്ന അത്താളുണ്ടെങ്കിലല്ലേ മുടങ്ങുക. എന്താ പറയാ, ഹോപ്പ്ഫുൾ. പറഞ്ഞു വേണ്ട 2 ദിവസം തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അവർ മത്സരിക്കുന്നതാണ് രാവിലെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. ആ തീരുമാനത്തിൽ തന്നെയാണ് അല്ല, അതൊക്കെ കമ്മിറ്റി കൂടി തീരുമാനിക്കും.